ഈ ഒരു കഥ നമ്മളോട് പറയുന്നത് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പോൾ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമത്തിൽ മോഹൻ എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിന് വളരെ ചെറിയൊരു കുടുംബമായിരുന്നുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ ജീവിക്കുകയായിരുന്നു, മോഹനും അവൻ്റെ കുടുംബവും കൂടെ. I must go now. അപ്പോൾ Take ഒരു care. ദിവസം Be safe. We will മോഹൻ miss you. ജോലിക്ക് വേണ്ടിയിട്ട് ദൂര സ്ഥലത്തേക്കാണ് പോവാറ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവൻ കാണുന്ന എല്ലാവരെയും അവൻ സഹായിച്ചിട്ടിരുന്നു. ഒരു വൃദ്ധനെ അയാളുടെ ചാക്കുകൾ എടുക്കാനും, അതേപോലെ കാല് വയ്യാത്ത ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും, അങ്ങനെ ഫുഡ് ഇല്ലാത്തവർക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ മോഹൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും മോഹനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ മോഹൻ്റെ ഈ പ്രവൃത്തി ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭാര്യ എപ്പോഴും മോഹനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ നമ്മൾ വളരെയധികം ദാരിദ്ര്യത്തിലാവും. പക്ഷെ മോഹൻ ഒരിക്കലും തൻ്റെ ഈ പ്രവൃത്തി വിട്ടു നിൽക്കാൻ മോഹൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മോഹൻ ഭാര്യയോട് പറഞ്ഞു, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ നന്മകളും ദൈവം നമ്മളെ നോക്കിക്കാണുന്നുണ്ട്. തിരിച്ച് എന്തായാലും നമുക്കും ഒരുപാട് നന്മകൾ വന്നു ചേരും എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. എന്നിട്ടും ഭാര്യയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ല. ഭാര്യ വീണ്ടും വീണ്ടും മോഹനെ ചീത്ത പറയാൻ തുടങ്ങി. പക്ഷേ മോഹന് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ മോഹൻ വീണ്ടും വീണ്ടും ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സന്യാസി മോഹൻ്റെ വീട്ടിലെ വാതിലിൽ മുട്ടി. അപ്പോൾ മോഹൻ വന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു സന്യാസി, താടിയൊക്കെ നീട്ടി വളർത്തിയൊരു സന്യാസിയെ കണ്ടു. അപ്പം മോഹൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സന്യാസിയെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് മോഹൻ സന്യാസിക്ക് കുടിക്കാനുള്ള വെള്ളവും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു കസാരയും എടുത്തു കൊടുത്തു. എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, താങ്കൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വിശ്രമിച്ചാലും. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ മോഹൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. മോഹൻ അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് വരുന്നത് കണ്ട ഭാര്യ മോഹനെ ഒരുപാട് ചീത്ത പറയുന്നു. ഇത് നിങ്ങൾക്ക് വെച്ച ഭക്ഷണമാണ്, ഇനി ഇതും കൂടെ കൊടുത്താൽ നിങ്ങൾ രാത്രി എന്ത് ഭക്ഷണം കഴിക്കും? അപ്പോൾ മോഹൻ പറഞ്ഞു, അദ്ദേഹം 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ദൈവം തന്നുകൊള്ളും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് മോഹനൻ ആ ഭക്ഷണവുമായിട്ട് സ്വാമിയുടെ അടുത്തേക്ക് പോകും. സ്വാമി ഇതെല്ലാം കേട്ട് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മോഹനൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭക്ഷണം സ്വാമിക്ക് നൽകുന്നു. സ്വാമി വളരെ സന്തോഷത്തോടുകൂടി ആ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് തൃപ്തി അടഞ്ഞ സ്വാമി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മോഹനെ വിളിക്കുന്നു. എന്നിട്ട് തൻ്റെ സഞ്ചിയിലുള്ള ഒരു സ്വർണ്ണ തളിക എടുത്തിട്ട് മോഹന് കൊടുക്കുന്നു. അപ്പം മോഹൻ പറയും, അയ്യോ സ്വാമി, ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് താങ്കൾ തന്നെ വെച്ചുകൊള്ളുന്നു. അപ്പോൾ സ്വാമി പറയും, ഞാനിത് കുറേ ദിവസമായി ഇത് ഒരു അർഹിക്കുന്ന കരങ്ങളിൽ തന്നെ എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ആ ഒരു അസുലഭ നിമിഷം. കാരണം ഇന്ന് ഇതിനെ അറിയിക്കപ്പെട്ടവൻ നീയാണ്, ഇത് നീ തന്നെ വെച്ചുകൊള്ളൂ. കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിൻ്റെ ഈ മനസ്സ് കാരണമാണ് എനിക്കിത് നിനക്ക് തരാൻ തോന്നിയത്. ഇനിയും നീ ഒരിക്കലും ഈ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിൻ്റെ ഈ നല്ല മനസ്സ് ഒരിക്കലും ഒഴിവാക്കരുത്. വീണ്ടും വീണ്ടും നീ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്ന് പറഞ്ഞ് സ്വാമി മോഹനെ അനുഗ്രഹിച്ചിട്ട് അങ്ങ് നടന്നു നീങ്ങുന്നു. മോഹൻ ഒരുപാട് സന്തോഷമായി കണ്ണിന്ന് വെള്ളം വരുന്നു. ഈ കഥയുടെ സാരാംശം എന്തെന്നാൽ, നമ്മൾ മറ്റുള്ളവരെ സത്യസന്ധമായിട്ട് സഹായിച്ചാൽ ഒരു നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും എന്നതാണ്. നമ്മൾ അതുകൊണ്ട് എല്ലാവരെയും ഒരുപാട് സഹായിക്കുക.